അതിർത്തിയിലെ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ IPL മത്സരങ്ങൾ നിർത്തിവെക്കാൻ BCCI തീരുമാനിച്ചു. കളിക്കാരുടെയും കാണികളുടെയും സുരക്ഷ കണക്കിലെടുത്താണ് ഈ തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് ശേഷം അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ-പാക് സംഘർഷം ക്രിക്കറ്റ് ലോകത്തെയും പിടിച്ചുകുലുക്കിയിരുന്നു. ആ ഞെട്ടൽ മാറാതെ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ ഇപ്പോഴുമുള്ളത്. IPLൽ ഇന്നലെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ചതായിരുന്നു. മത്സരം പൂർത്തിയാകാനാവാതെയാണ് ഉപേക്ഷിച്ചത്. ഡൽഹിക്കെതിരെ പഞ്ചാബ് ബാറ്റിംഗ് തുടരുന്ന സമയത്താണ് മാച്ച് ഒഫീഷ്യൽസിന് അതിർത്തി ജില്ലകളിലെ പാക് ആക്രമണത്തിന്റെ അറിയിപ്പ് ലഭിച്ചത്. ഇതിനു പിന്നാലെയാണ് ഗ്രൗണ്ടിലെ ഫ്ലഡ് ലൈറ്റുകൾ ഓഫായത്. ഉടൻ മത്സരവും നിർത്തിവെച്ചു. പത്താൻകോട്ടിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ദൂരമുണ്ട് മത്സരം നടക്കുന്ന ഈ ധരംശാലയിലേക്ക്. എങ്കിലും കളിക്കാരുടെയും കാണികളുടെയും സുരക്ഷ മുൻനിർത്തി ഭീതിയുണ്ടാക്കാത്ത തരത്തിലായിരുന്നു BCCI സാഹചര്യത്തെ കൈകാര്യം ചെയ്തത്. ഈ സമയം മത്സരം കാണാനായി 10,000-കണക്കിന് ക്രിക്കറ്റ് പ്രേമികളാണ് സ്റ്റേഡിയത്തിൽ അപ്പോഴുണ്ടായിരുന്നത്. അതിനു പിന്നാലെ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദേശ കളിക്കാരെല്ലാം തന്നെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ പലരും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. IPL പ്ലേ ഓഫിനു മുമ്പ് ഇനി 12 മത്സരങ്ങൾ കൂടിയാണ് പൂർത്തിയാകേണ്ടത്. ഇതിനിടെയാണ് നിർണായക തീരുമാനത്തിന് BCCI ഒരുങ്ങിയത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ സ്റ്റേഡിയത്തിന് പുറത്ത് നടന്ന സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരങ്ങളുടെ വേദി മാറ്റാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചിരുന്നു. മത്സരത്തിന് തൊട്ടുമുൻപായിരുന്നു സ്ഫോടനമുണ്ടായത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനു ശേഷം ഇന്ത്യ-പാക് സംഘർഷം ക്രിക്കറ്റ് ലോകത്തെയും പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.